ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങൾ കാണുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് നമ്മൾ കടന്നില്ല. പറയണം. കാരണം ഇത്രയും മോശമായിട്ടുള്ള രീതി ഇപ്പോൾ പാലക്കാട് ഇലക്ഷൻ ഇന്ന് കഴിയും, റിസൾട്ട് 23 വരും. പക്ഷേ നാളെയും ഇവിടെ മതസൗഹാർദ്ദം വേണ്ടേ കേരളത്തിൽ? അതിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന പ്രസ്താവനയാണ് ഇടതുപക്ഷ മുന്നണി എന്നുള്ള പേരിൽ ഈ രണ്ട് പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത്. പക്ഷേ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഇവിടെ ആരും ജയിക്കാൻ പോകുന്നില്ല. യു ഡി എഫിനെ സംബന്ധിച്ച് നല്ല ശുഭപ്രതീക്ഷയുണ്ട്. യു ഡി എഫിന് കിട്ടാണ്ട് ഒരു വോട്ട് പോലും ഇല്ലാതാക്കാൻ ഈ പരസ്യങ്ങൾക്ക് കഴിയില്ല. മറ്റൊരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പറഞ്ഞു RSS കാര്യാലയം പണിയാൻ ഭൂമി വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് അങ്ങനെ പറയുന്നത് ശരിയാണ്? അതായത് അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കുന്നു, എനിക്കത് സംബന്ധിച്ച് കൂടുതൽ വിവരമില്ല. ഞാൻ ഇന്നലെ മാധ്യമങ്ങളിൽ കൂടെയാണ് വാർത്ത അറിഞ്ഞത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് വിട്ടുകൊടുത്ത ഭൂമിയാണ്. അത് തിരിച്ചെടുക്കാനുള്ള നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് അദ്ദേഹം ആലോചിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും ആ കാര്യത്തിൽ അദ്ദേഹം അമ്മയുടെ വിൽപത്രം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം അദ്ദേഹം പരിശോധിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ലാതെ അദ്ദേഹമായിട്ട് എഴുതി കൊടുത്തതല്ല. അദ്ദേഹമായിട്ട് എഴുതി കൊടുത്താണെങ്കിൽ അദ്ദേഹത്തിന് പിൻവലിക്കാം. അദ്ദേഹത്തിൻ്റെ അമ്മയാണ് എഴുതി കൊടുത്തത്, അമ്മ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അത് തിരിച്ചെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക വശങ്ങൾ കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും കോൺഗ്രസ് നേതാവ് എന്നുള്ളത് അദ്ദേഹം കോൺഗ്രസ്സുകാരനായതിനു ശേഷം RSS BJPയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അക്കാര്യം പാർട്ടിക്ക് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ ദൗർഭാഗ്യകരമാണ് അക്കാര്യം. കാരണം ഏതാണ്ട് 400 പേര് മരിച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു, 200 പേരെ കാണാനില്ല. അതിൻ്റെ അർത്ഥം അത് മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ കേരളത്തിൽ മൊത്തം 600 പേര് മരിച്ചാൽ അത് നമ്മുടെ ഏറ്റവും വലിയൊരു ദുഃഖമല്ലേ? ഓരോ പൗരനും ആയുസ് അതിനു വേണ്ടിയല്ലേ എല്ലാവരും പ്രവർത്തിക്കുന്നു, ഗവൺമെൻറ് ആണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ. 600 പേര് മരിച്ചവർ കേരളത്തിലുള്ളവരല്ലേ, ഇന്ത്യക്കാരല്ലേ? അപ്പോൾ അത് നിസ്സാരമാണോ? അത് 2 പഞ്ചായത്ത് 2-3 വാർഡുകളെയാണ് ബാധിച്ചതെങ്കിലും എത്ര പേര് മരണപ്പെട്ടു നോക്കണ്ടേ? ഒരു മരണം തന്നെ ഒഴിവാക്കാൻ അല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? അതിന് പകരം 3 വാർഡുകളെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് ഒരു മനുഷ്യ മനസാക്ഷിയുള്ള ആൾക്ക് പറയാൻ പറ്റുമോ കാര്യം? അദ്ദേഹം പറഞ്ഞത് വളരെ ദൗർഭാഗ്യമാണ്. കാരണം ഇന്ത്യയുടെ മന്ത്രിയായിരുന്ന ആളല്ലേ. അങ്ങനെ ഒരു വ്യക്തി മന്ത്രി പോട്ടെ, ഒരു സാധാരണക്കാരൻ പറയുക അതുപോലത്തെ വാചകങ്ങൾ, അത് തെറ്റാണ്. അദ്ദേഹവും മാപ്പ് പറയണം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മാപ്പ് പറയണം. ഒരു നായ പൈസ പോലും തന്നില്ല എന്നുള്ളത് പോട്ടെ. മാധ്യമങ്ങളെ കെ മുരളീധരൻ കാണുകയായിരുന്നു. അദ്ദേഹം BJP നേതാവ് V മുരളീധരൻ നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് അദ്ദേഹം കുറ്റപ്പെടുത്തുകയായിരുന്നു.